ആഹ് നമുക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുകയോ ജനറേഷനായിട്ട് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യമാണ്. കഥകളിലെല്ലാത്തിലും നമുക്ക് പാമ്പുണ്ടാവും. പാമ്പ് വന്നു കടിച്ചു, ആഹ് മരിച്ചു എന്ന് പറയണതുണ്ടാവും. ഹൊറർ സിനിമകളുടെ ഒരു വലിയ ഭാഗമാണ് പാമ്പ്. പാമ്പ്. ആഹ് പാമ്പ് എന്ന് പറഞ്ഞാൽ പേടി എന്നല്ലാതെ ഒന്നും നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെ. ആൻഡ് പാമ്പ് വീട്ടിലൊക്കെ നമ്മൾ പണ്ടൊക്കെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വടിയും കൊണ്ടാണ് വരിക. ഉം. എന്നാൽ ഉം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ കൊന്നാൽ നമുക്ക് സർപ്പകോപം സർപ്പകോപം ഉണ്ടാവും. ഉണ്ടാവും. അത് ജനറേഷൻസ് ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും നമ്മളോട് എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. അതെ, അതെ. ശരിക്കും എന്താണ് ഇതിന്റെ റിയാലിറ്റി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം കൊറിയൻസ്, ചൈന അവിടെയുള്ളവരൊക്കെ പാമ്പിനെ തിന്നുന്ന ആൾക്കാരാണല്ലോ. അതെ, അവർക്കൊക്കെ സർപ്പകോപമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭീതിജനകമായിട്ടുള്ള വസ്തുക്കളെല്ലാം ആരാധിക്കുന്ന ഒരു ക്രമം പണ്ടുണ്ടായിരുന്നു. ആഹാ. ഇപ്പോൾ പണ്ടത്തെ പുരാതന കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലകൾ, ജലം, ആ, അഗ്നി ഇതൊന്നും നമുക്ക് കൺട്രോളബിൾ അല്ല. അല്ല. ആ കാലഘട്ടത്തിൽ ഇതെല്ലാം ആരാധിക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു ആ, അല്ലേ. ആ, പർവ്വതങ്ങളെ ആരാധിച്ചിരുന്നു, പർവ്വതങ്ങളെ പൂജിച്ചിരുന്നു. ആ. അതേപോലെ നമുക്ക് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമാണ് പാമ്പ്. അതെ, കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കുമല്ലോ. മരിക്കും. അപ്പം ഇതിനെ നമുക്ക് പണ്ട് തൊട്ടേ ഒരു ഫിയർ ഫാക്ടർ ഉള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് കൺട്രോളബിൾ അല്ല എന്നറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വസ്തു നമുക്ക് ഭീതിജനകമാണ്, ഇതിനെ നമ്മൾ ആ, ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അതിനാണല്ലോ ശരിക്കും എല്ലാത്തിനെയും ആരാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് ഭയമാണ്. കിടക്കുന്ന ഒരു ഫാക്ടർ ഫിയറാണ്. ഭയത്തിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഡെവലപ്പ് ആവുന്നത്. ഭയം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. കാരണം ഭയം ശരിക്കും നമ്മളെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അതെ. അത് നമുക്ക് പേടിയില്ലെങ്കിൽ നമ്മൾ നേരെ റോഡിൻ്റെ നടുക്കൊക്കെ പോയിക്കും, ആ, വണ്ടിയൊന്നും ഇടിക്കൂലേ. ആ, പേടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ. അത് എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. ഒരു മാനിനെ നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തി മാനിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മാൻ ഓടി പോകും. മാനിനെ നമ്മൾ ഉപദ്രവിക്കാനല്ല ചെല്ലുന്നത്. പക്ഷെ മാനിന് എന്ത് തോന്നുന്നു, എന്നെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, വരികയാണ്. പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ ഒരു സംഭവമാണ് എല്ലാ ജീവൻ്റെയും ഒരു ബേസിക് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ശാപം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നത്. കാരണം ഇതിനെ ഉപദ്രവിക്കാൻ പോയത് കടിക്കും ഉം. അല്ലേ. പാമ്പിനെ പിന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോയാൽ പാമ്പ് കടിക്കുമല്ലോ. ഉം, പാമ്പിനും പേടി കൊണ്ടാണ് കടിക്കുന്നത്. ഉം, പാമ്പിൻ്റെ ജീവൻ പോകുന്നുള്ള പേടി കൊണ്ടാണ് പാമ്പ് കടിക്കുന്നത്. ഉം. അപ്പം നമ്മൾ പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പാമ്പിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ നിന്നുമാണ് ഈ ആരാധനാക്രമങ്ങളൊക്കെ വരുന്നത്. വരുന്നത് സർപ്പക്കാവുകളും ഒക്കെ സർപ്പക്കാവുകൾ. അല്ലേ? പക്ഷേ ഇതിനെല്ലാം നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മളിത് ആരാധിക്കുന്ന ഒരാളോട് പറയുകയാണ് ഇതെല്ലാം വിഡ്ഢിത്തരാണ്, ആ, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തെറ്റാണ്. അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ് ആ, പിന്നെ തീർച്ചയായിട്ടും. അല്ലേ. അവർക്കിതെങ്ങനെ സത്യമായി? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരാസൈക്കോളജിയുടെ അടിസ്ഥാനം. അതായത് ഇതിലില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കലല്ല. ഉം, ഇപ്പോൾ ഒരാളൊരു പ്രേതത്തെ കണ്ടു. ഉം, ഇപ്പം മാം ഒരു പ്രേതത്തെ കണ്ടു, അല്ലെങ്കിൽ ഞാനൊരു പ്രേതത്തെ കണ്ടു. എന്നോടിപ്പം മാം വന്ന് പറയാം പ്രേതമൊന്നുമില്ല, ഇത് നമുക്കും അറിയാവുന്ന കാര്യമാണ് ഉം, അല്ലേ. പക്ഷേ ഞാൻ കണ്ടു, ഇതാണ് നമ്മുടെ പ്രശ്നം. ഉം. ഞാൻ പറഞ്ഞ വ്യക്തമായോ? മനസ്സിലായി. അതായത് ഇപ്പം ഞാൻ ഇല്ലാന്നാണ് നമ്മുടെ പൊതുവേ ഉള്ള നമുക്കെല്ലാവർക്കും വിശ്വാസം. നമുക്ക് പൊതുവേ ഉള്ള ആ, വിശ്വാസമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം എന്താ പറയുക, ഒരാൾ നിൽക്കുന്നു എന്ന് ആ, എനിക്ക് തോന്നുക. ആ, അപ്പം ഞാൻ പറയാണ് എൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നു, എനിക്കൊരാൾ നിൽക്കുന്നു, ഞാൻ പാനിക്കായിട്ട് പറയുമ്പം നമ്മൾ അവരോട് ആദ്യം എന്താ പറയുക, ഇതിലൊന്നും ഒരു കാര്യമില്ല, അല്ല അവിടെ ആരുമില്ല. ആരുമില്ല. അത് ആ, നമുക്കാണ് ആരുമില്ലാത്തത്, ആ, അവർക്കുണ്ട്. ആ, അവരെ സംബന്ധിച്ചിടത്തോളം അത് റിയാലിറ്റിയാണ്. ആ, ആ റിയാലിറ്റിയിൽ അവർ അതിനെ ചിലപ്പോൾ അത് നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടാവും. ഈ പൊസഷൻ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ്ലി മാത്രമല്ല. ആ, ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയില്ല എൻ്റെ കൂടെ എൻ്റെ ഭഗവാനുണ്ട്. അത് ഉം, അയാൾക്കുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. നമുക്കായിരിക്കും ഇല്ലാത്തത്. അയാൾ അതിനെ പൊസസ് ചെയ്ത് അതൊരു പോസിറ്റീവ് സംഭവമായിട്ട് അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഈ ഫിയറിൽ നിന്നും ട്രോമാസിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെയാണ്. ഇതിൽ നമുക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ആവുന്ന സാധനത്തിനെ മാത്രം നമ്മൾ നിഷേധിച്ചാൽ മതി. ഉം. ദോഷമില്ലെങ്കിൽ അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് പ്രേതത്തെ കാണുക, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും അത് സിനിമയിലുണ്ട് കേട്ടോ, ആ, പ്രേതങ്ങൾ വന്ന് ഭയങ്കര കമ്പനി അടിച്ച് നമ്മുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, ആ. അങ്ങനെ ഏതെങ്കിലും പ്രേതത്തെക്കുറിച്ച് ആരെയും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എല്ലാവരും പ്രേതം അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു പിന്നെ ഫാക്ടറാണ് അല്ലേ. പ്രേതത്തെ കണ്ട് പേടിക്കുക ആ, ചെയ്യുന്നത്. ഹായ് ഹലോ പ്രേതം എന്ന് പറഞ്ഞ് നമ്മളാരും പ്രേതത്തിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുക. സിനിമകളിലൊക്കെ ഉണ്ട്. ആ. ഇപ്പോൾ നമ്മുടെ കാണാൻ പുതിയ രസമാണ്. സർവ്വമായയിലൊക്കെ അതെ, കണ്ടില്ലേ, അതെ, അതെ. അതേപോലെയൊക്കെ ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഉം, പക്ഷേ റിയലി ഒരാൾക്കൊരു സാധനം എഫക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദോഷം വരികയാണ്, നമ്മുടെ ഉള്ളിൽ ആ ദോഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഉം, ഉം.
അപ്പം എന്തുകൊണ്ടാണ് ഈ ചെയ്യുന്ന കാര്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരാൾ ബിസിനസ് നടത്തുകയെന്ന് വിചാരിക്കുക. സപ്പോസ് അയാൾക്ക് ബിസിനസ്സൊക്കെ പൊട്ടിപ്പോവുക. ഉം. അപ്പോൾ അയാൾ പോയിട്ട് പറയും, അയാൾ പറയും ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ തറവാട്ടിൽ ഇങ്ങനൊരു ദോഷമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പിതൃക്കളുടെ പൂർവികരുടെ ഭാഗത്തു നിന്നൊരു ദോഷമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരമൊക്കെ ചെയ്യും. ചിലപ്പോൾ അയാൾക്ക് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഉം. അല്ലേ? ഉം. അപ്പോൾ ശരിയാവാഞ്ഞാൽ നമ്മളെന്ത് പറയും? അയാൾ ചെയ്തതൊന്നും ശരിയായിട്ടില്ല, പൂജ ചെയ്തതൊന്നും കംപ്ലീറ്റ് അബദ്ധമാണ്. ആ. അല്ലെങ്കിൽ ഇപ്പോൾ പള്ളിയിലച്ഛനാണെങ്കിൽ അയാൾ അല്ലെങ്കിൽ അയാൾക്ക് പ്രാർത്ഥിച്ചൊന്നും ചിലപ്പോൾ അതിലുള്ള വിശ്വാസം പോവും. വിശ്വാസം പോവും. ഉം. പക്ഷെ വിശ്വാസം പോയാലും പ്രശ്നങ്ങളുണ്ടാവും. ചില ഉം. ആൾക്കാർ കണ്ടിട്ടില്ലേ? ഉം. പ്രശ്നങ്ങൾ ക്ലിയർ ആകുന്നില്ല. ഉം. പിന്നെ അവിടെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. കൂടുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സമീപിക്കാനുള്ള ടെൻഡൻസിയും വരുന്നത്. ഇത് ശരിക്കും റിവേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. ആ. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സാധനം കിടക്കുന്നുണ്ട്. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നിന്ന കുഴപ്പങ്ങളുണ്ടാവും. ശരിക്കും അങ്ങനെ കുഴപ്പമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാരുടെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നത് കാണാം. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് എന്താ, എൻ്റെ തലമുറയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്ത്രീ ശാപമാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തോ ശാപമാണ്, പുരുഷ ശാപം, ഇങ്ങനെ പല ശാപങ്ങളുണ്ടല്ലോ. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഈ ഫാമിലി ലൈഫിനകത്ത് അല്ലെങ്കിൽ ഒരാളോട് കൂടുതൽ ഇതായി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നുള്ളൊരു ഫിയർ ഫാക്ടറിൻ്റെ സംഭവം കിടപ്പുണ്ടാവും. അത് പൂർവികമായി ജനറ്റിക്കലി ട്രാൻസ്ഫോമായി വന്നതാണെങ്കിൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരേ പാറ്റേൺ. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു സാമ്പത്തിക പ്രശ്നം അയാളുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇതേ പാറ്റേണിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെയാണ് പണ്ടുള്ളവർ ദുരിതം എന്ന് വിളിച്ചിരുന്നത്. പേര് മാറിയെന്നേ ഉള്ളൂ, സംഭവമൊക്കെ സെയിമാണ്. അപ്പോൾ ഇതേ സാധനം അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഫാക്ടർ ഉണ്ട്. അതിനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീവയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം മാറും. ഇത് പൂജയിലും മറ്റ് കാര്യങ്ങളിലും സംഭവിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ആൾക്കാർ പഠിക്കുന്നില്ല. ഇതാണ് പാരാസൈക്കോളജിയിൽ അഗെയിൻ ഞാൻ പറയുന്നത്. ഇതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്ക് പ്രേതം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളെ മെഡിസിൻ കൊടുത്തിട്ട് ശരിയാക്കാം. പക്ഷേ അയാൾക്ക് പിന്നെയും ഇത് വന്നേക്കാം, കാലാകാലം നിൽക്കില്ല. പക്ഷേ അയാളുടെ ഉള്ളിലെ ആ ഒരു ട്രോമ ഫാക്ടറിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ, അയാളെക്കൊണ്ട് തന്നെ അത് റീവയർ ചെയ്യിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അതാണ് പണ്ട് ചിലപ്പോൾ ഈ ബാധയോട് സംസാരിച്ചൊഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പണ്ട് അതായത് കാലത്ത് കേട്ടിട്ടുണ്ടല്ലോ. സിംറ്റംസിനെ അല്ല നോക്കുന്നത്, എന്താണ് സിംറ്റംസിനല്ല, അതിന്റെ റൂട്ട് കോസ്. കോസ് എന്നാണ് റൂട്ട് കോസിലേക്കാണ് ചെക്ക് നമ്മൾ ചെയ്യേണ്ടത്. ചെല്ലേണ്ടത്. ആൻഡ് സാറ് പറയണത് നമ്മുടെ ലൈഫിൽ എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുകിൽ നമ്മൾ സബ്ലിമലി പെർസീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ട്രോമയിൽ നിന്ന് വരുന്നതോ ആയിരിക്കും. അതെ. അതായത് ബേസിക്കലി നമുക്കൊരു ഫിയർ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഫിയർ കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതെന്തിനാ? നമ്മൾ ഫെയിൽ ആയി പോവോ നമുക്ക് പേടി. ആ, അങ്ങനെ of ഓരോ course. കാര്യം എടുത്താലും ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി എല്ലാം സെറ്റ് ചെയ്യും. ആ, എന്തിനാ? നേരം തെറ്റിപ്പോവോ വൈകി എന്ന് പേടി. പോകുമോ എന്നുള്ള പേടി. തെറ്റിപ്പോവോ, അപ്പോൾ വഴി എല്ലാത്തിൻ്റെ അടിയിലും ഒരു പേടി കിടപ്പുണ്ട്. ഈ പേടി ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ ഈ പേടിയെ നമ്മൾ, എല്ലാ പേടികളും പ്രശ്നമല്ല. പേടി കംപ്ലീറ്റ് ഇല്ലാണ്ട് ഒരാൾക്കും പറ്റില്ല. പറ്റില്ല. കാരണം നമുക്കിപ്പോ ഒരു പരീക്ഷ ഉണ്ട്, നമുക്ക് പേടി വേണം, പേടി വരും. എന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അവിടെയാണ്. പക്ഷേ ആ പേടി കൂടിയാൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല എന്ന് വരും. അതെ അതെ. അങ്ങനെ എക്സാം ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ ആ. ഉണ്ടല്ലോ. അപ്പോൾ ഈ പേടിയുടെ പാർട്ട് എന്താ പറയുക, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ചില ആൾക്കാർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന അൺവാണ്ടഡ് ഫിയേഴ്സ് എന്ന് പറയും. കാരണം ഫിയേഴ്സ് തന്നെ രണ്ട് രീതിയിലുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർപ്പദോഷം എന്നുള്ളത് നമ്മൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഈ സർപ്പദോഷം എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവികമായിട്ട് നമ്മൾ ആരാധിച്ച് വന്നിട്ടുള്ള ചില ക്രമങ്ങളിൽ തെറ്റുണ്ട് എന്നുള്ളത് നമ്മുടെ ജനറ്റിക്കലി കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആരോ പറഞ്ഞിട്ട് ആരോ നമ്മളത് പറഞ്ഞതും perceive ചെയ്ത്. മുമ്പുള്ളവർ അനുഭവിച്ചതുമൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളുമുണ്ട്. ഇതും ജനറ്റിക്കലി നേരെ നമ്മളിലേക്ക് കയറി വരും. ഇത് അവിടെ ഒരു ഫാക്ടറായിട്ട് കിടക്കും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എഗെയിൻ നമുക്ക് മൺചിത്രത്താഴിലെ ഒരു സംഭവത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പകാലത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ ട്രിഗർ ചെയ്തു ആ, എന്നൊക്കെ. yes, yes. അത് വീണ്ടും വന്നപ്പോൾ ട്രിഗർ ചെയ്തു. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക്കലി ഈ ഒരു സാധനം കിടക്കുന്നുണ്ടാവും. ഈ സാധനം നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഫാക്ടർ വന്ന് തട്ടുന്ന സമയത്ത് ഈ സാധനം വർക്കൗട്ടാവും. വർക്കൗട്ടാകുന്ന സമയത്ത് ഇവർക്ക് ഇതുപോലെയൊക്കെ കാണിക്കാൻ തുടങ്ങും. സർപ്പദോഷത്തിലുള്ള, അതായത് എല്ലാം ഇപ്പം നമ്മൾ കാണുന്ന പോലെ പ്രേതത്തെ കാണലോ അല്ലെങ്കിൽ ഒച്ചയിടലോ അലറലോ തുള്ളലോ അല്ല, മൈന്യൂട്ട് ലെവലിലും ഈ സാധനം വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിനെ തന്നെ ഒന്നും കൂടി ഒന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്ത് ആ ഒരു പാർട്ടിൽ നമ്മൾക്ക് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ടും ഉണ്ട്. Okay. വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് മാറ്റം വരും. ബിസിനസ്സിലായാലും പഠിത്തത്തിലായാലും റിലേഷൻഷിപ്പിലായാലും പല കാര്യങ്ങളും. ഇപ്പോൾ ഫിയേഴ്സിലായാലും ചില ആൾക്കാർ സ്ഥിരമായിട്ട് ചില ഒരേ പാറ്റേൺ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റും. അത് ഓരോ ആൾക്കാരെ കുറിച്ചിട്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എന്താ പറയുക, 3 പേര് പോയ പ്രേതത്തിനെ കാണില്ല, 4 പേര് പോയ പ്രേതത്തിനെ കാണില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്?
ആ, അതായത് ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ ആ പ്രേതം എന്നുള്ള ഇതിനോടുള്ള ഫിയർ. ഫിയർ ഫാക്ടർ ആ. കാണുള്ളൂ. അത് അയാൾ കാണുന്നത് ചിലപ്പോൾ പ്രേതമായിട്ടായിരിക്കാം, ആണായിട്ടായിരിക്കാം, പെണ്ണായിട്ടായിരിക്കാം, സൗണ്ടായിട്ടായിരിക്കും. ചില ആൾക്കാർ പറയില്ലേ ഞങ്ങൾക്ക് വീട്ടിനകത്ത് എന്നെ വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് മുടി കരിഞ്ഞ മണം വരുന്നുണ്ട് ആ. വീട്ടിനകത്ത് എപ്പോഴും. അല്ലെങ്കിൽ എന്താ പറയുക, ഈ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഇതേപോലെ തെറാപ്പിയൊക്കെ ചെയ്ത് ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാളുടെ പൂർവികമായിട്ട് ആരൊക്കെയോ കത്തി മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ ഫാക്ടർ ഉള്ളിൽ കിടപ്പുണ്ട്. കിടപ്പുണ്ട്. അത് പുള്ളിക്ക് അറിയില്ല, ഉം. ജനറ്റിക്കലി ഉള്ളതാണ്. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം, പ്രേതമായിട്ട് വിളിക്കാം. ഉം. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ് നമുക്ക് തോന്നും. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ബ്രെയിനിലാണ്, സയൻറ്റിഫിക്കലി ആണ്. അല്ലാതെ ഇതൊരു എനർജി വരവോ പോക്കോ അല്ല. ഉം. അതായത് ബ്രെയിൻ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം മാമിനോട് സംസാരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ മാം ശ്രദ്ധിച്ചിരിക്കുന്നു, മാം ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഇരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു ബ്രെയിൻ വേവ് സിങ്ക്രണൈസേഷൻ പോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും. ബ്രെയിൻ കപ്ലിംഗ് എന്നൊക്കെ പറയും. ഉം. മാം ഇനി അപ്പുറത്ത് പോയി നിന്ന് വിചാരിക്കും, ഇവിടേക്ക് ഈ വേവിന് സഞ്ചരിച്ച് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് വളരെ ബേസ് വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു സാധനം, ഇതിന് ഹൈ ആയിട്ട് പോകാൻ പറ്റില്ല.